സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ ഒരു ബൈക്ക് ഓടുന്നതിനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. അതെങ്ങനെയാണ് ഓടുന്നതെന്നും എഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും ഞാൻ വ്യക്തമാക്കി തരുന്നു. ഞാനിവിടെ ഒരു പിസ്റ്റണുള്ള ബൈക്ക് എഞ്ചിൻ്റെ പ്രവർത്തനമാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിസ്റ്റൺ മുകളിലോട്ട് ചലിക്കുമ്പോൾ ഇൻലെറ്റ് പോർട്ട് വഴി വായു ഇന്ധന മിശ്രിതം ക്രാങ്ക് കേസിലേക്ക് എത്തിച്ചേരുന്നു. ഇതേസമയം സിലിണ്ടറിനകത്ത് ഇന്ധന മിശ്രിതം മർദ്ദീകരിക്കപ്പെടുകയും സ്പാർക്ക് പ്ലഗിൽ നിന്നും സ്പാർക്കുണ്ടാകുമ്പോൾ ഇന്ധന മിശ്രിതം കത്തി അപ്പോഴുണ്ടാകുന്ന സ്ഫോടനത്തിൻ്റെ ഫലമായി പിസ്റ്റൺ താഴേക്ക് ചലിക്കുന്നു. ഇതാണ് ചിത്രം 1 കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തേത് നോക്കാം. പിസ്റ്റൺ താഴേക്ക് ചലിക്കുമ്പോൾ ക്രാങ്ക് കേസിലുള്ള വായു ഇന്ധന മിശ്രിതം മർദ്ദീകരിക്കപ്പെടുകയും അത് ട്രാൻസ്ഫർ പോർട്ട് വഴി സിലിണ്ടറിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇന്ധന മിശ്രിതം സിലിണ്ടറിലെത്തുമ്പോൾ എക്സോസ്റ്റ് പോർട്ടിലൂടെ കത്തിയ വാതകങ്ങൾ സൈലൻസർ വഴി പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. പിസ്റ്റൺ VDCS എത്തുമ്പോൾ സിലിണ്ടറിൽ വായു വീണ്ടും TDCയിലെത്തുമ്പോൾ വായു ഇന്ധന മിശ്രിതം സിലിണ്ടറിൽ നിറഞ്ഞിരിക്കും. പിസ്റ്റൺ VDCയിലെത്തുമ്പോൾ സിലിണ്ടറിൽ വായു ഇന്ധന മിശ്രിതം നിറഞ്ഞിരിക്കും. ഇപ്രകാരം പിസ്റ്റൻ്റെ 2 ചലനത്തിൽ ടയർ ഒരു കറക്കം പൂർത്തിയാക്കുന്നു. ഒരു എൻജിൻ കണ്ടുപിടിക്കാൻ കാരണമായത് ബോംബ് ബ്ലാസ്റ്റിംഗ് സമയത്തുള്ള തീയുടെ മർദ്ദം അറിഞ്ഞതുകൊണ്ടാണ്.